ഇപ്പം രഞ്ജിത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നല്ല ശബ്ദമാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിന് വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് മെയിൽ ആക്ടേഴ്സിന്. അപ്പം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശബ്ദമായി? പറഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷം. ഇപ്പം ചിന്നുവിലേക്ക് വരുമ്പോൾ ചിന്നു ഡബിങ് അത്ര ഇഷ്ടമില്ലെന്ന് എവിടെയോ പറയുന്നത് കേട്ടോ. എന്താ ഇതൊക്കെ എവിടെ നിന്ന് അറിയുന്നത്? എനിക്കറിയാം. എനിക്ക് ആക്ച്വലി എനിക്ക് പ്രോസസ് ഓഫ് ആക്ടിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ ആക്ടിങ് പ്രോസസ്സിൽ ചെയ്യുന്ന ആ സംഭവം ഒരിക്കലും ആ ഡബിങ്ങിൻ്റെ ആ ചെറിയൊരു മുറിക്കകത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതേ സാധനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ സാധനത്തിന്റെ ഡെപ്ത് ഒന്നും റീക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. അത് ഒബ്വിയസ്ലി ഒരുപാട് വെരി ടാലന്റഡ് ആയിട്ടുള്ള വോയിസ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഭയങ്കര ലൈക്ക് യുനോ ആരാധനയോടുകൂടി നോക്കും. അപ്പോൾ എനിക്ക് ഡബിങ്ങിൻ്റെ പ്രോബ്ലം ഇതാണ്. ഐ ഫീൽ നമ്മൾ ചെയ്തു വെക്കുന്ന ആ ഒരു ലൈവായിട്ട് ചെയ്തു വെക്കുന്നതിൻ്റെ ആ ഒരു അത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ ഡബിങ്ങിൽ എനിക്ക് പലപ്പോഴും അങ്ങനെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിനോട് സംസാരിക്കുന്ന ഓരോ നിമിഷം എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് അത്രമാത്രം സിനിമയും എനിക്കൊന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ചിന്നു പറഞ്ഞ് എനിക്ക് സിനിമയുടെ എല്ലാ വശങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അഭിനയം അല്ലാതെ രഞ്ജിത്തിന് മറ്റേതെങ്കിലും മേഖല സിനിമയിൽ? എനിക്ക് പണ്ടൊരു അഭിനയമോഹം തന്നെ. എനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പം ഞാൻ ഫുള്ളി ഒരു ആക്ടറായിട്ടാണ് ഫോക്കസ്. എനിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്കൊരു ക്രിയേറ്റീവ് ഫുൾഫിൽമെന്റ് എനിക്ക് തന്നെ നൽകണം. അതാണ് എൻ്റെ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു മുട്ടായി സ്റ്റോറിൽ പോകുന്ന പോലെ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഒരുപാട് മെമ്മറബിൾ കഥാപാത്രങ്ങൾ ചെയ്യണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ചിന്താഗതി. ഇപ്പം നായകനായിട്ട് മാത്രമേ അഭിനയിക്കൂ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടറിലോട്ട് എനിക്ക് കണക്ട് ആവാൻ പറ്റണം. എന്നെ ഇൻട്രീഗ് ചെയ്യണം ആ ക്യാരക്ടർ. എന്നെ എങ്ങനെയോ കണക്ട് ചെയ്യാൻ പറ്റണം. അത് ഏത് രീതിയിലും ആവാം. അങ്ങനെ മെയിൻ റോൾ എന്നല്ല. കാരണം പറഞ്ഞ പോലെ തന്നെ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. എന്നെ ക്രിയേറ്റീവ്ലി ചാലഞ്ച് ചെയ്യണം. അതാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാനൊരു 10-15 വർഷം മുൻപേ പൃഥ്വിരാജിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പുള്ളി ഇന്ന് എല്ലാം അച്ചീവ്. അതുപോലെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു മുട്ടായിക്കടയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്ര ഒരു കൗതുകത്തോടെ നിൽക്കുന്ന കുട്ടീനെ പോലെ. അപ്പം ഗോളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്ററിൽ തന്നെ കാണുന്ന സണ്ണി ഉണ്ട് അല്ലെ, കുറേ ട്രെയിലർ വന്നപ്പോൾ കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ. ഇപ്പം ചിന്നു ഇടയ്ക്ക് പറയണ്ടായി ഒരാൾക്ക് നല്ല പ്രാധാന്യം. അപ്പം അത്രയും ഒരു വലിയ ക്രൂവിനെ ഒരുമിച്ച് ചെയ്യാൻ എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഇതിൻ്റെ ഒരു യുണീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറ്ററൻ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരെയും ബാലൻസ് ചെയ്തെടുത്തൊരു ഇതാണ്. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് നമ്മുടെ ഡയറക്ടറിൻ്റെ കൂടെയാണ്. ഇത്രയും ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് കാസ്റ്റിനെ മാനേജ് ചെയ്ത് ഒരു പടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളൊരു ഓഫീസ് സ്പേസിലാണ് മിക്ക പടം ഷൂട്ട് ചെയ്തത്. അത് ഒരുപാട് ചൂടുണ്ടായിരുന്നു. അതിൻ്റെ കോഴ്സുകളൊക്കെ യൂസ് ചെയ്ത് പറ്റാതെ കാണും. പുള്ളിക്കാരി കുറച്ചുകൂടെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്താണോ? ആക്ച്വലി നമ്മള് ഇതുപോലത്തെ ഒരു വലിയൊരു ഹാള്, അതിന്റെ ഒരു അറ്റത്ത് ഒരു റിസപ്ഷൻ, ബാക്കി കുറെ ഓഫീസ് ഏരിയാസ്, അറ്റത്ത് MD ക്യാബിൻ, അങ്ങനെ ഒരു സ്പേസ് ആണ്. അപ്പം മേളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇതുപോലെ AC ഉണ്ട്, സെൻട്രലൈസ്ഡ് സാധനം. പക്ഷെ അത് ഒബിയസ്ലി സെറ്റ് ഇട്ടതാണ്, വർക്കാവില്ല. അപ്പം സ്റ്റാൻഡിങ് ആയിട്ട് ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട് എത്ര ACs ഇവർക്ക് വെക്കാം. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ആക്സസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ഫിസിക്കലി 3 സ്ഥലത്ത് സ്പേസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോട്ടിന്റെ ഇടയ്ക്കൊക്കെ എണീറ്റ് വന്ന് അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. കാരണം അത്ര നമ്മൾ വിയർത്തോണ്ടിരിക്കുകയായിരിക്കും. ഞാനിരിക്കുന്നിടത്തൊന്നും AC ഇല്ല എന്ന് വെച്ചാൽ അങ്ങേയറ്റാണ്. ഞാൻ മറന്നുപോയ മറ്റേ ലാൻഡില്ല വ്യക്തിയാണ്. അപ്പോൾ ലൈക്ക് അതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ദാറ്റ് യുനോ ഇങ്ങനെ ആണ്. പിന്നെ കാർപ്പറ്റ് ആണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡസ്റ്റ് കയറും. എനിക്കൊക്കെ ഐ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ചിലവർക്ക് ബ്രെത്തിൻ്റെ ഇഷ്യൂസ് വരും. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, വെള്ളിക്കുന്നു, കുളിക്കുന്നു, താഴെ വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വീണ്ടും അതിനകത്തേക്ക്. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും ലൈക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ലിഫ്റ്റ് എടുത്ത് താഴെ വന്നാൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായി. അങ്ങനെയായിരുന്നു ലിറ്ററലി വി ഷോട്ട് ഫോർ 1 month. ഗോളത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഓർക്കുന്ന ഏറ്റവും രസകരമായ ഒരു സംഭവം എന്തായിരിക്കും? കാരണം കുറച്ച് സീരിയസ് മൂവിയാണ്, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സാധനം ഉണ്ടാവില്ലേ? എനിക്ക് പേഴ്സണലി നമ്മുടെ പാക്കപ്പായ ദിവസമായിരുന്നു. കാരണം നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് അത്രയും വൈബ് വെച്ച് പോയ സമയത്ത് ഉടനെ തീർന്നപ്പോൾ നമുക്കൊരു അതൊന്ന് സിങ്കിൻ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. തീർന്നു അത് ശരിക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾ ആ സമയത്ത് ഞാനും സംജാതും പ്രവീണും തന്നെയും ഒന്ന് കൂടിയത്. അപ്പോഴത്തേക്കും ഒരുപാട് സംസാരിച്ചു. കാരണം പറഞ്ഞ പോലെ ഇത് നമ്മളെല്ലാവരുടെ ഒരു സ്വപ്നമായിരുന്നു. സോ അത് നമ്മൾ ഡബിങ് കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഷൂട്ടിങ് കഴിഞ്ഞ്
അപ്പം കിട്ടിയ ഒരു ഫീലിംഗ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഒരു മനസ്സിൽ.